Hello friends, assalamu alaikum. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് കാലിഗ്രഫി വീഡിയോ ആയിട്ടാണ് അസ്മാ-ഉൽ-ഹുസ്നയുടെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷമി മുഹമ്മദ്. അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അടുത്ത് വായിക്കണില്ല, ഒരുപാട് പേരുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ കാണിക്കട്ടെ ആരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അവരെല്ലാവർക്കും സ്ക്രീൻഷോട്ട് കാണിക്കാം. ഓക്കെ, പിന്നെ റിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഹായ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ സ്ട്രീം വേൾഡ് ബൈ റിസ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഹായ് റിസ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. ഓക്കെ, ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള അസ്മാ-ഉൽ-ഹുസ്നയുടെ കാലിഗ്രഫിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊട്രാക്ടർ, സ്കെയിൽ, പെൻസിൽ, കോമ്പസ് ഒക്കെ ആവശ്യമുണ്ട്. ഞാനിവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചാർട്ട് പേപ്പറാട്ടോ, വൈറ്റ് കളറ്. അപ്പോൾ അതൊരു സമചതുരത്തിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. 30 സെൻറ്റിമീറ്റർ നീളവും വീതിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ നട തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഏറ്റവും മുകളിലുള്ള അറ്റുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തിൻ്റെയും സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. 15 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. ഇനി ആ 2 പോയിൻറ്റിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കുക. അത് ആ 2 പോയിൻറ്റ് തമ്മിൽ കൂട്ടി വരയ്ക്കേണ്ട. എന്നിട്ട് കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കിട്ടുന്ന സെൻറ്റർ ഉണ്ടല്ലോ 15 സെൻറ്റിമീറ്റർ, അത് മാർക്ക് ചെയ്യുക. അതായിരിക്കും ഈ ഒരു സ്ക്വയറിൻ്റെ സെൻറ്ററായിട്ട് വരിക. അപ്പോൾ ആ ഒരു 15 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. ഇനി എടുക്കേണ്ടത് കോമ്പസ് ആണ്. കോമ്പസ് നമുക്കൊരു സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ അളവിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു വൃത്തം വരച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഒരു 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 3ഉം 2ഉം 5 സെൻറ്റിമീറ്റർ ടോട്ടൽ അളവെടുത്തിട്ട് ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വൃത്തത്തിൻ്റെ സെൻറ്റർ ഇതുപോലെ കറക്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കിട്ടിയില്ലേ, അതിൻ്റെ സെൻറ്റർ 1 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുകയാണ്. അതിലൊരുപാട് വൃത്തങ്ങളൊക്കെ വരച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കും അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു പ്രൊട്രാക്ടർ എടുത്തിട്ട്, ഇപ്പോൾ അതിൻ്റെ വൃത്തം ടോട്ടൽ 360 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് 15 വൃത്തങ്ങൾ വേണം, ചെറിയ വൃത്തങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് 360/15 അടിക്കുക. അപ്പോൾ നമുക്ക് 24 ഡിഗ്രി വെച്ച് കിട്ടും. അപ്പോൾ ആ 24 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ പ്രൊട്രാക്ടർ വെക്കേണ്ട രീതി, അതിലെങ്ങനെ അളവെടുക്കേണ്ട രീതി, അതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കറക്റ്റ് 24 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളിലായിട്ടാണ് ഒരു വൃത്തം വരയ്ക്കേണ്ടത് ഫസ്റ്റിൽ. ഓക്കെ, അതിന് സെൻട്രലായിട്ട് സ്കെയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഇനി ഒരു കോമ്പസ് എടുത്തിട്ട് അതിനുള്ളിലായിട്ട് വൃത്തം വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ അളവിലുള്ള ഒരു 14 എണ്ണം കൂടി വേണം കേട്ടോ. അപ്പോൾ 14 എണ്ണം ഇനി കിട്ടുമോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഇതേ അളവിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏറ്റവും മുകളിലുള്ള വൃത്തം ഉണ്ടല്ലോ അതിന്മേൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അത് ചെയ്യേണ്ടത്, നമ്മളിതിൽ ആ ചെറിയ വൃത്തങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനമാകുമ്പോൾ അതിനിടയിൽ വലിയ ഗ്യാപ്പൊക്കെ വന്നാൽ, നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെ അടുപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ അവസാനം വലിയ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആ വൃത്തികേടാവും. അപ്പോൾ അത്തരം പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വൃത്തം വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെല്ലാത്തിനുള്ളിലായിട്ട് സെയിം അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, വൃത്തങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റിൽ ആ വരച്ച വൃത്തം ഉണ്ടല്ലോ അതേ അളവിൽ എന്ത് ചെയ്യുക, കോമ്പസിൽ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ എല്ലാ വൃത്തം വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ വരക്കുന്നത് 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ളൊരു വൃത്തമാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോമ്പസ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനെടുത്ത കോമ്പസ് തന്നെ ഭയങ്കര ഷോക്കായിരുന്നു. എന്നാലും ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എൻ്റെ അടുത്ത് വേറെ കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ കോമ്പസ് എടുത്ത് വരച്ചാണ്. പക്ഷേ ഈ ഒരു കോമ്പസ് കൊണ്ട് ചെറിയ വൃത്തം വരയ്ക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും ഒരുവിധം ഞാൻ ഒപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക,
അത്തരം കാര്യങ്ങൾ കോമ്പസ് എടുക്കുമ്പോൾ നല്ല കോമ്പസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ വൃത്തൊക്കെ വരയ്ക്കാൻ, സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റിയ കോമ്പസ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇനി വീണ്ടും 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു വൃത്തം കൂടി വരച്ചെടുക്കുക. അതിനിപ്പോൾ കോമ്പസിൽ അളക്കണം എന്നില്ല, ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ അധികം, അതായത് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ എല്ലാം എടുത്തുന്നത് ടോട്ടൽ. ഇനി ഒരു 7 സെൻറ്റിമീറ്ററിൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് ഒരു കോമ്പസ് എടുത്തിട്ട് ഇതുപോലെ വൃത്തം വരച്ചെടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ വേറൊരു വൃത്തം കൂടി വരച്ചെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ വൃത്തങ്ങൾ വരച്ചെടുക്കണം. ടോട്ടൽ 21 ചെറിയ വൃത്തങ്ങളാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ അടിയിലുള്ള അതേ സെയിം അളവെടുത്തിട്ട് മുകളിലും ഇതുപോലെ വൃത്തങ്ങൾ വരച്ചെടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങളിത് വരക്കുമ്പോൾ ഉണ്ടല്ലോ, കോമ്പസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടെ. 21 വൃത്തങ്ങൾ വരക്കാൻ കഴിയുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇനി ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് അവസാനം വലിയൊരു ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് മുഴുവനായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുക. മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ, വൃത്തത്തിൻ്റെ വലിപ്പം ഒന്ന് കൂടിയിട്ടുണ്ടാവുന്നുള്ളൂ. ഇതിനുള്ളിലായിട്ട് ടോട്ടൽ 27 വൃത്തങ്ങളാട്ടോ വേണ്ടത്. അങ്ങനെ അതും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു വൃത്തം കൂടി വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് അവസാനത്തെ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ വരേണ്ടത് 31 കുഞ്ഞു വൃത്തങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞ രീതിയിൽ ഇതും മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വൃത്തങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഒരു വൃത്തം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏറ്റവും ഫസ്റ്റിൽ വരച്ച വൃത്തം ഉണ്ടല്ലോ, അതിനുള്ളിലായിട്ട് ഒരു ചെറിയ അര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2-3 മില്ലി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതോടെ നമ്മുടെ വൃത്തം വരയ്ക്കലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാലിഗ്രഫി ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ എന്ത് ചെയ്യുക, അവിടെ സൈഡിലായിട്ട് ഞാൻ എഴുതുന്ന രീതി തന്നെ കറക്റ്റ് ഫോളോ ചെയ്യുക. സൈഡിലായിട്ട് എന്ത് ചെയ്യുക, അള്ളാഹു എന്ന് എഴുതി കൊടുക്കുക. അള്ളാഹു ജല ജലാലുഹു എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അസ്മാഉൽ-ഹുസ്നയിൽ 99 അള്ളാഹുവിൻ്റെ പേരാണല്ലോ നമ്മൾ എഴുതാൻ പോണത്. അപ്പോൾ ടോട്ടൽ നമ്മൾ ആ കുഞ്ഞു വൃത്തങ്ങൾ വരച്ച് ടോട്ടൽ 94 ഉണ്ടാവുള്ളൂ. ബാക്കി 5 എണ്ണം വരുമല്ലോ. അപ്പോൾ 5 എണ്ണം ഈ ഒരു ഗ്യാപ്പിൽ വരണം കേട്ടോ, ഈ സൈഡിൽ. ഇപ്പോൾ ഇവിടെ അള്ളാഹു എന്ന് എഴുതിയതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് അവിടെയാണ് ഫസ്റ്റിൽ വരുന്ന 5 എണ്ണം അവിടെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ കാലിഗ്രഫി ചെയ്യുന്ന രീതി പെൻസിലും മാർക്കറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റിൽ വരുന്ന 5 നെയിംസ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ഫസ്റ്റിലെ 5 പേരായ അർ-റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം അതുവരെയായിട്ടാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഇനി അവിടെ ലൈറ്റായിട്ട് എഴുതിയ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കാലിഗ്രഫി രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പീഡിൽ കാണിക്കാം കേട്ടോ, മറ്റൊരുപാട് ലെങ്തായി പോകും, അതുകൊണ്ടാണ്. ഇനി ബാക്കി വരുന്ന പേരുകൾ ആ ചെറിയ 94 റൗണ്ട് ഉണ്ടല്ലോ അതിനുള്ളിലായിട്ട് ഞാൻ എഴുതുന്ന രീതിയിൽ എഴുതി കൊടുക്കുക. ഓക്കെ,
അങ്ങനെ അത് മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അടിപൊളി ബോർഡറും കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതോടുകൂടി അതെല്ലാം കുളായി. അപ്പോൾ ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു ബോർഡർ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ ഇതുപോലത്തെ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഈ ഒരു ബോർഡറിൻ്റെ ഇനി അടുത്ത ഏതെങ്കിലും കാലിഗ്രഫി ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ച് വന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കൊടുക്കുക. ഞാൻ ഇതുവരെ ചെയ്യുന്ന എല്ലാ കാലിഗ്രഫി വീഡിയോസും കിട്ടണമെന്നുണ്ടെങ്കിൽ കാലിഗ്രഫി അറബിക് കാലിഗ്രഫി എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.